എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. കള്ളം വീട്ടിൽ കയറി നിറഞ്ഞു കഴിഞ്ഞപ്പം കള്ളനെ വെച്ചൊരു കളി കളിക്കാൻ തന്നെ ശ്രീദേവി തീരുമാനിക്കുകയാണ്. എങ്ങനെയെങ്കിലും കള്ളന്റെ പേര് പറഞ്ഞ് ഈ സ്വർണം മുഴുവനും വീട്ടിലേക്ക് കൊണ്ടുപോകണം. സ്വർണ്ണമല്ല, മുക്കുപണ്ടം. അവളുടെ എല്ലാം മൊത്തം മുക്കുപണ്ടം ആണല്ലോ. അത് മുഴുവൻ വീട്ടിൽ കൊണ്ടുപോയി വെക്കണം. ലോക്കറിൽ, അമ്മയുടെ ലോക്കറിൽ കൊണ്ടുപോയി വെച്ചെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുത്തു. പക്ഷെ അതൊന്നും ആനന്ദിന്റെ അടുത്ത് വില പോയില്ല. ആനന്ദ് പറഞ്ഞു, ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട, കിടന്ന് ഉറങ്ങാനൊക്കെ പറയണം. പിന്നീട് പിറ്റേ ദിവസം നേരം വെളുത്തു. അതുപോലെ തന്നെ ഗോമതി മുറ്റത്തേക്ക് ഇറങ്ങി വരുവാണ്. അപ്പോഴേക്കും മീനാക്ഷി വന്നു. ആ സമയത്താണ് ഗോമതി ആ കാഴ്ച കാണുന്നത്. മുറ്റത്ത് കുടമൊക്കെ പൊട്ടിക്കിടക്കുന്നു, പ്ലാസ്റ്റിക് കുടമൊക്കെ. ഇതെങ്ങനെ സംഭവിച്ചു? അപ്പൊ ഇന്നലെ ശരിക്കും പറഞ്ഞാല് ധർമ്മം പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമായിരുന്നു. കള്ളം വന്നത് തന്നെയാണ്. അവനാണ് ഇതൊക്കെ പൊട്ടിച്ചിട്ടിരിക്കുന്നത്. എന്നാലും ഇതെങ്ങനെ ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. അപ്പോഴാണ് അവിടെ കഴുകി വെച്ചിരുന്ന കിണ്ടി നോക്കിയത്. നോക്കിയപ്പോ കിണ്ടിയൊന്നും കാണുന്നില്ല. ഓഹോ, കള്ളൻ അത് എടുത്തോണ്ട് പോയി. അത് അറിഞ്ഞൊന്നും ഗോമതിക്ക് സഹിക്കാൻ പറ്റിയില്ല. പിന്നീട് ഗോമതി അകത്തേക്ക് കയറി ചെല്ലുവാണ്. അപ്പൊ ബാലനൊക്കെ എഴുന്നേറ്റ് വന്നു. അങ്ങനെ ഗോമതി കാര്യം അവതരിപ്പിക്കുകയാണ്. കള്ളൻ ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഴുകി കമത്തി വെച്ചിരുന്ന കിണ്ടിയൊക്കെ കള്ളൻ എടുത്തോണ്ട് പോയെന്ന് പറയാ. അത് കേട്ടതും ബാലൻ പറഞ്ഞു, തൽക്കാലത്തേക്ക് കിണ്ടിയല്ലേ കൊണ്ടുപോയുള്ളൂ, വേറൊന്നും കൊണ്ടുപോയില്ലോ എന്നൊക്കെ പറയണം. ആ സമയം ശ്രീദേവിക്ക് ഒരു ഐഡിയ. ഏറ്റവും നല്ല സമയമാണിത്. കാരണം തന്റെ ആഭരണങ്ങളെല്ലാം വീട്ടിലേക്ക് കൊണ്ടാൻ പറ്റിയ സമയം. പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു, അയ്യോ, ഇവിടെയാണെങ്കിൽ എല്ലാവരുടെ ആഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പൊ എന്ത് ചെയ്യും ബാലച്ച? അത് പ്രശ്നമാണ്. ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് കള്ളം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയില്ല, നാളെ പരിക്കകത്ത് വന്ന് കയറും, എല്ലാ സ്വർണ്ണങ്ങളും എടുത്തോണ്ട് പോകുന്നു അറിയാം. ബാലൻ അപ്പോഴാണ് അതിനെക്കുറിച്ച് ഗഹനമായിട്ട് ചിന്തിക്കുന്നത്. അത് ശരിയാണല്ലോ, മീനാക്ഷിയുടെ ഉണ്ട്, മിത്രയുടെ, ഗോമതിയുടെ എല്ലാവരുടെ സ്വർണ്ണമുണ്ട്. കൂടാതെ ഈ പറയുന്ന ശ്രീദേവിയുടെ 250 പവനുണ്ട്. അങ്ങനെയാണ് ബാലന്റെ വിചാരം. അപ്പൊ അതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ കള്ളം കൊണ്ടുപോകുമല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ശ്രീദേവി പറഞ്ഞൊരു കാര്യം ചെയ്യാം, ലോക്കറി വെക്കാം. എന്റെ ആഭരണമൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാം, അമ്മയുടെ കൊണ്ടുപോയി കൊടുക്കാന്ന് പറയണേ. ഇത് കേട്ട ബാലൻ പറഞ്ഞു, അതെന്തിനാ അങ്ങനെ ചെയ്യുന്നേ? അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇവിടെ ബാക്കി എല്ലാവരുടെ സ്വർണ്ണമുണ്ട്. അപ്പൊ പിന്നെ ഒരാളുടെ സ്വർണം മാത്രം വീട്ടിൽ കൊണ്ടുപോയി വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. ശ്രീദേവി പെട്ടു. എന്തേലും പറയാൻ പറ്റുമോ? ശ്രീദേവിക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. കാരണം ഒന്നും പറയാനും പറ്റില്ല. പിന്നീട് പറഞ്ഞു, ബാലച്ച അതല്ല പറഞ്ഞേ, അമ്മേനോട് പറഞ്ഞായിരുന്നു സ്വർണ്ണമൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്താരെ, അമ്മ കൊണ്ടുപോയി ലോക്കറിൽ വെച്ചേക്കാന്ന്. ഞങ്ങൾക്ക് ലോക്കർ ഉണ്ടല്ലോ, അതിനകത്ത് കൊണ്ടുപോയി വെച്ചേക്കാന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു, അതിന്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയണം. ഈ സമയം ധർമ്മം പറഞ്ഞു, ഇന്നൊരു കാര്യം ചെയ്യാം, നമുക്കെല്ലാം കൂടെ പണയം വെക്കാന്ന് പറയണം. അതെന്താ? അല്ല, ഇന്നത്തെ കാലത്ത് ബാങ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് കൊള്ളയടിച്ചു പോയാൽ നമ്മുടെ സ്വർണ്ണം മൊത്തം പോയില്ലേ? പണയം വെക്കുവാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അതിന്റെ ക്യാഷ് കിട്ടുമല്ലോ. എങ്ങനെയുണ്ട്? അല്ല, ഇപ്പൊ ലോക്കറി വെച്ചാൽ പോലും നമ്മൾ അങ്ങോട്ടേക്ക് പൈസ കൊടുക്കണമല്ലോ. ഒരു മാസം അവിടെ ലോക്കറി വെക്കാൻ ഇത്ര രൂപ കൊടുക്കണം. അതിനേക്കാളും ഭേദമല്ല പണയം വെക്കണേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ആനന്ദ് പറഞ്ഞു, കൊള്ളാലോ മാമന്റെ ബുദ്ധി, സമ്മതിച്ചു തന്നിരിക്കുന്നല്ലോ എന്നൊക്കെ പറയണ. ആ സമയം ശ്രീദേവി ചോദിച്ചു, അല്ല, ലോക്കറി വെക്കുന്നതിന് വേറെ വല്ല മാനദണ്ഡങ്ങൾ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കും. ഉണ്ട്, അവര് സ്വർണ്ണമാണെന്ന് ഉറച്ചു നോക്കൂന്ന് പറയാം. ഇത് കേട്ടതും ശ്രീദേവിയുടെ കാറ്റുപോയി. ദൈവമേ, പണി പാളിയെന്നാ തോന്നേ. ഇനി എന്ത് ചെയ്യും? എങ്ങാനും ഉരച്ചു നോക്കിയാൽ തന്റെ 250 പവനും മുക്കുപണ്ടമാന്നുള്ള കാര്യം തെളിയും. താൻ ഈ വീടിന് പുറത്താവും. തന്റെ അച്ഛന്റെ അമ്മയുടെയൊക്കെ പേരിൽ കേസ് കൊടുക്കുകയും ചെയ്യും ബാലച്ചൻ. അങ്ങനെ വന്നാൽ പിന്നെ നാണക്കേട്, പിന്നെ ജയിലിൽ വാസമായിരിക്കും ഇനി പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ മനസ്സിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവിക്ക് ഉള്ള ഊർജം മൊത്തം ഒരു നിമിഷം കൊണ്ട് ആവിയായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു, അന്നെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ലോക്കറിലൊന്നും വെക്കണ്ടെന്ന് പറയണം. പണയം വെക്കാൻ പോലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പൊ ഇനി എന്ത് ചെയ്യും? വെറുതെ ധർമ്മം പറഞ്ഞാണ് ഉരച്ചു നോക്കിയിട്ട് കൊണ്ടേ വെക്കുന്നൊക്കെ. പക്ഷെ ശ്രീദേവിക്ക് അതങ്ങോട്ട് കൊണ്ടു. ശ്രീദേവിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. ശ്രീദേവിക്ക് അറിയത്തില്ലോ ഇതിന്റെ കഥകളും കാര്യങ്ങളും, എങ്ങനെയാണ് ലോക്കറി കൊണ്ടേ വെച്ചാലെന്നുള്ള അവസ്ഥകളൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ശ്രീദേവി വല്ലാതെ വിഷമിക്കണേ. ആ സമയത്ത് ബാലൻ പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല, പണയം വെക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം കെട്ടി വന്ന പെൺകുട്ടികളുടെ സ്വർണം കൊണ്ടേ പണയം വെക്കേണ്ട കാര്യമൊന്നുമില്ല. നാളെ മിക്കവാറും ഉദയഭാനു സാറൊക്കെ ചോദിച്ചാൽ എന്ത് മറുപടി പറയും? പണയം വെച്ചെന്നറിഞ്ഞാലോ? അതിനേക്കാൾ ഉപരി വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ വന്നു കഴിയുമ്പോൾ സ്വർണം വേണ്ടേന്ന് ചോദിക്കാം. മീനാക്ഷി പറഞ്ഞു, ഇനിയിപ്പോ ഫംഗ്ഷൻ എന്നാ വരുന്നേ? അനുശ്രീയുടെ കല്യാണം അല്ലേ ഇനി അടുത്ത ഗംഭീരമായിട്ട് ഫംഗ്ഷൻ വരുന്നേ? അതിനു മുമ്പൊന്നും ഇല്ലല്ലോ, പിന്നെ അത്യാവശ്യം ഇടാനുള്ളത് മാത്രം എടുത്തു വെച്ചാൽ മതി എന്നൊക്കെ പറയാ. ബാലൻ പറഞ്ഞു, അത് ശരിയാ, അങ്ങനെയാണെങ്കിൽ ലോക്കറി കൊണ്ടേ വെച്ചേക്കാം, അതാ നല്ലതെന്ന് പറയണം. ഗോമതി പറഞ്ഞു, ബാലേട്ടന്റെ ഇഷ്ടമാണ്, അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറയണം. ശ്രീദേവിയുടെ നെഞ്ചു കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. പിന്നീട് ബാലൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഗോമതിയും മീനാക്ഷിയും ഇത്ര ആരെങ്കിലും പോയാൽ മതി, നിങ്ങൾ പോയി ലോക്കറി കൊണ്ടേ വെച്ചിട്ട് പോരാൻ പറയണം.
ഇത് കേട്ടതും ശ്രീദേവി ഓർത്ത് പെട്ടല്ലോ ഭഗവാനെ, ഇനിയിപ്പോ ലോക്കറി വെക്കാൻ നേരത്ത് ഇനി അപ്പൊ അവിടെ എന്തൊക്കെയായിരിക്കും പോലും തന്റെ സ്വർണ്ണമല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമോ, അതൊക്കെ ഓർത്തിട്ട് വല്ലാത്ത ടെൻഷൻ ശ്രീദേവി മുറിയിലേക്ക് എല്ലുവാണ്. അപ്പോഴേക്കും ആനന്ദ് അങ്ങോട്ട് ചെന്നു. ആനന്ദ് എന്നിട്ട് എന്ത് പറ്റി ദേവി, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കും. ഒന്നുമില്ല, സ്വർണം കൊണ്ടേ ലോക്കർ വെക്കുന്നത് നിനക്ക് താല്പര്യമില്ലേ, നീയല്ലേ ഇന്നലെ പറഞ്ഞേ സ്വർണം കൊണ്ടേ ലോക്കറിലൊക്കെ വെക്കണമെന്ന്. അത് ഞാൻ തന്നെ പറഞ്ഞേ, പിന്നെ എന്താ കുഴപ്പം. അല്ല അത് പിന്നെ ആനന്ദേട്ടാ, ഞാൻ കരുതി വീട്ടിൽ കൊണ്ടുപോയി അമ്മയുടെ കൊടുത്തിട്ട് അമ്മ ലോക്കറി വെക്കുന്നു. അതെന്തിനാ അമ്മയുടെ കൊണ്ട് കൊടുക്കണേ? അച്ഛൻ എന്ത് വിചാരിക്കും ഇവിടെ? ബാക്കി ഈ പറയുന്ന മീനാക്ഷിയുടെ മിത്രയുടെ എല്ലാവരുടെ സ്വർണം ഇവിടുത്തെ അമ്മയല്ല കൊണ്ടുപോയി ലോക്കറി വെക്കാൻ പോന്നേ. ആ സമയത്ത് നിന്റെ മാത്രം സ്വർണം കൊണ്ടുപോയി അവിടെ വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് വിചാരിക്കും? അല്ലെങ്കിൽ നീ കെട്ടിക്കേറി വന്നാലേ ഇനിയിപ്പോ ഇവിടെയല്ലേ ഈ സാധനങ്ങളൊക്കെ സൂക്ഷിക്കണ്ടേ? അല്ല ഇപ്പൊ നിന്റെ അച്ഛനും അമ്മയും തന്നെയാണല്ലോ ഓർക്കൂലേ, ഇത്ര സ്വർണം പോലും അവർക്ക് സൂക്ഷിക്കാൻ പറ്റില്ലേ എന്നൊരു ചിന്തയൊക്കെ മനസ്സ് വരില്ലേ എന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം ശ്രീദേവ് പറഞ്ഞു, എന്നാലും അതൊക്കെ ശരിയാണ് തേട്ടാ, പക്ഷേങ്കില് എന്ത് ഒന്നുകൊണ്ടും പേടിക്കണ്ട. അതെ നിന്റെ സ്വർണ്ണം ഇനിയിപ്പൊ ഞങ്ങളുടെ അടുത്ത് ചെലവാക്കുന്ന എന്തെങ്കിലും പേടിയുണ്ടോന്ന് ചോദിക്കും. അങ്ങനൊന്നും ഇല്ലാന്ന് പറയാം, പിന്നെ എന്തിനാ പേടിക്കണേന്ന് പറയാം. ഒന്നും പറയാൻ പറ്റില്ല ശ്രീദേവിക്ക്, വല്ലാത്തൊരു വിഷമായി പോയി. ഇന്ന് തന്നെ കൊണ്ടേ വെക്കാനാണ് ബാലൻ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ ഇന്ന് തന്നെ കൊണ്ടേ വെക്കണമല്ലോ. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി വന്നിട്ട് പറഞ്ഞു, അതെ സ്വർണം കൊണ്ട് ലോക്കറി വെക്കാൻ പോവാന്ന് പറയണം. ശ്രീദേവിയുടെ നെഞ്ചു കിടന്ന് പടവട ഇടിക്കാൻ തുടങ്ങി. പെട്ടത് തന്നെ ഈ സമയത്ത് മീനാക്ഷി നോക്കി ശ്രീദേവിയുടെ മുഖത്ത്. എന്തോ ശ്രീദേവി വെച്ചിട്ട് മുഖത്തൊരു ടെൻഷനും പരിഭ്രമവും ഒക്കെ ഇല്ലേ. പിന്നീട് ഗോമതി എന്ത് പറ്റി മോളെ, വല്ല തളർക്കും എന്തെങ്കിലും ആണോ, മുഖമൊക്കെ നല്ലതായിട്ട് വേർക്കുന്നുണ്ടല്ലോ എന്ന് പറയാം. അത് പിന്നെ ഒന്നുമില്ലമ്മേ എന്ന് പറയണ. അതെന്ത് പറ്റി? പെട്ടെന്ന് മിത്രം ശരിയാണല്ലോ, ശ്രീദേവിക്ക് തല ഇറങ്ങുന്ന മറ്റോ ഉണ്ടോന്ന് ചോദിക്കണം. കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയണ. ശ്രീദേവിയുടെ മനസ്സിനാ പ്രശ്നം എന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ലല്ലോ. ഗോമതി പറഞ്ഞു, അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്യുന്ന കൂടുതലായിട്ടായിരിക്കും ചിലപ്പോൾ, മോളൊരു കാര്യം ചെയ്യാം, മുറിയിൽ പോയി റെസ്റ്റ് എടുത്തോ, ഞങ്ങളിത് കൊണ്ടുപോയി വെച്ചിട്ട് വരാന്ന് പറയണം. അത് വേണ്ടമ്മേന്ന് പറയണ. അല്ല ഇനി സ്വർണം കൊണ്ടുപോയി കഴിയുമ്പം അവരവിടെ ചെല്ലുമ്പം ഇതിനി ഉറച്ചു നോക്കുകയൊക്കെ ചെയ്യുമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും മിത്ര പറഞ്ഞു, ഇല്ല ഉറച്ചു നോക്കത്തൊന്നും ഇല്ലാന്ന് പറയണ. ഇല്ലേ ഉറപ്പാണല്ലോ അല്ലേ? എന്താ ശ്രീദേവിയടുത്ത് അങ്ങനെ ചോദിച്ചേ, ഉറച്ചു നോക്കുന്ന? അല്ല ഞാൻ ചോദിച്ചാ ഉറച്ചൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് സ്വർണം ഇത്രയും പവനുണ്ടല്ലോ, അപ്പൊ അവർ ഉറച്ചു നോക്കിയിട്ടുണ്ടെങ്കിലേ പിന്നെ എത്ര സ്വർണം നമ്മുടെ നഷ്ടപ്പെട്ടു പോകത്തില്ലേ എന്നൊക്കെ ചോദിക്കുക. ബാങ്കുകാർ അങ്ങനെ ഒരു തട്ടിപ്പ് നടത്തേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടാൽ ശരിക്കും പറഞ്ഞ മീനാക്ഷിക്ക് ചിരിയാണ് വന്നത്. ഈ പറച്ചിലൊക്കെ കിട്ടിഞ്ഞിപ്പം മിത്ര പറഞ്ഞു, അങ്ങനെയൊന്നും പേടിക്കണ്ട, നമുക്ക് ലോക്കർ തരുവാണ്, അപ്പം നമ്മളത് സേഫായിട്ട് കൊണ്ടുപോയി വെച്ചാൽ മതി, അവര് വരത്തൊന്നും ഇല്ലാന്ന് പറയണം. അങ്ങനെയാണല്ലോ അല്ലേ? അങ്ങനെയാന്ന് പറയണം. അപ്പോഴാണ് ശ്രീദേവിക്ക് ചെറുതായിട്ടൊരു ശ്വാസം വീഴുന്നത്. എന്നാലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. മീനാക്ഷി കരുതി എന്തായിരിക്കും പോലും സ്വർണ്ണം ഉറച്ചു നോക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഒരു വെപ്രാളമൊക്കെ ഉണ്ടല്ലോ മുഖത്ത്, എന്തോ ഒരു കള്ളത്തരം പോലെ ഉണ്ടല്ലോ, ഒരു പേടിയും വിറയലും ഒക്കെ. ഗോമതി അത് പ്രത്യേകം ശ്രദ്ധിച്ചു, ശ്രീദേവിയുടെ മുഖത്ത് വിറയലും കാര്യങ്ങളൊക്കെ. അങ്ങനെ അവർ പോകാനായിട്ട് റെഡിயான സമയത്താണ് അങ്ങോട്ടേക്ക് ശ്രീകലയുടെ വരവ്. അപ്പൊ ശ്രീദേവിനെ കാണാനായിട്ട് വരുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ചോദിച്ചു, ആ മോളെ സുഖമാണെന്നൊക്കെ ചോദിക്കാം. അതേന്ന് പറയണ. പിന്നീട് ശ്രീകലയോട് ശ്രീദേവി പറഞ്ഞു, വാ ഇരിക്കാനൊക്കെ പറയണ. അല്ല എന്ത് പറ്റി, ഒരു മുന്നറിയിപ്പ് ഇല്ലാന്ന് ചോദിക്കാം. അത് പിന്നെ മോളെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടിരിക്കല്ലേ, ഇടയ്ക്ക് വന്ന് അന്വേഷണമൊക്കെ വേണ്ടെന്ന് ചോദിക്കാം. ഇന്നലെ രാത്രി കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും മോളെ സ്വപ്നം കണ്ടു, അതുകൊണ്ട് രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നെന്ന് പറയാം. പിന്നെ ഇവൾക്കാണെങ്കിൽ അവിടെ വന്ന് നിൽക്കാനുള്ള സമയം കാണത്തില്ലായിരിക്കും എന്ന് പറയണ. വെടിക്കുമ്പോ എപ്പോ നോക്കിയാലും പണി മാത്രമേ ഉള്ളൂ എന്ന് പറയണ. ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, ഇവിടുത്തെ പണികളൊന്നും ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നില്ല, ഇവളെല്ലാം ഇവിടുത്തെ പണികൾ ചെയ്യുന്നെന്ന് പറയാ. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല ഗോമതി, ഇവിടെ ഞങ്ങൾ അങ്ങനെയാ വളർത്തിയിരിക്കുന്നത്, എല്ലാ അടുക്കളകളും ജോലികളെല്ലാം ചെയ്യിച്ച്, അതുകൊണ്ട് ഇവൾക്ക് എല്ലാ പണികളും നല്ല വശമാന്ന് പറയണം. ഗോമതി പറഞ്ഞു, ശരിയാന്നൊക്കെ പറയാം, അങ്ങനെയല്ല പറയാൻ പറ്റുള്ളൂ, അല്ലാതെ കുറ്റം പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ. പിന്നീട് ഗോമതി ചോദിച്ചു, എങ്ങോട്ടോ പോകാൻ റെഡി ആയിട്ടിരിക്കുവാന്ന് തോന്നല്ലോ. അത് പിന്നെ പുറത്തു വരെ പോകാനാ, എന്നാ പോയിട്ട് വരാൻ പറയണേ. അല്ല ഞാൻ ചായയൊക്കെ എടുക്കാന്ന് പറയാ. വേണ്ട, ഇപ്പൊ ചായ ഒന്നും വേണ്ടെന്ന് പറയാ. ഇത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു, അമ്മേ ഒരു കാര്യം ചെയ്യാം, ആ ചായയൊക്കെ എടുക്കട്ടെ, നമുക്ക് സംസാരിക്കാന്ന് പറയാം. നീ എന്ത് വർത്താനം പറയണേ, അവരൊരു വഴിക്ക് പോകാൻ ഇറങ്ങി നിൽക്കുമല്ലേ, അപ്പൊ നമ്മൾ ശല്യം ചെയ്യുന്നത് ശരിയാണെന്ന് ചോദിക്കാം. എങ്ങനെയെങ്കിലും ഈ യാത്രയൊന്നും മുടക്കാൻ മതിയെന്നുണ്ടായിരുന്നുള്ളൂ ശ്രീദേവിയുടെ മനസ്സിൽ. അതുകൊണ്ടാണ് ശ്രീദേവി അങ്ങനെ പറയണേ. പക്ഷേ എങ്കിൽ ഈ പറയുന്നേ അവർക്കത് അറിയത്തില്ലല്ലോ, സ്ത്രീകൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ, ഇങ്ങനെ സ്വർണ്ണമാണ് ബാഗിനകത്തിരിക്കുന്നത്, അത് ലോക്കറി വെക്കാൻ കൊണ്ടുപോകാന്നുള്ള കാര്യം. പിന്നീട് അവരങ്ങോട്ടേക്ക് പോവുകയാണ്. അന്ന് ശരി, ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് വരാം, ഞങ്ങൾ വന്നിട്ടില്ലേ പോകത്തുള്ളൂ നോക്കിയേ. അതിന് ശേഷം പോകത്തുള്ളൂ, ഞാൻ മോളോട് കുറച്ച് സംസാരിക്കട്ടെ, കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയണം. അങ്ങനെ അവര് ഹാളിലേക്ക് പോകുമ്പോഴത്തേനും പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു, ആകെപ്പാടെ പ്രശ്നമായി അമ്മയെന്ന് പറയണേ. എന്ത് പ്രശ്നം അമ്മേ? അവര് ആ ആഭരണമൊക്കെ ഇല്ലേ, അതെല്ലാം കൊണ്ട് ലോക്കറി വെക്കാൻ പോയതെന്ന് പറയാം. ലോക്കറി വെക്കാനാ? അതേമ്മേ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങാനും വല്ല ഉറച്ചു നോക്കുമെന്നൊക്കെ ഒരു പേടിയുണ്ടെന്ന് പറയണേ. അങ്ങനെയൊന്നുമില്ല മോളെന്ന് പറയാം. എന്നാലും എന്താമ്മേ ചെയ്യുന്നേ, ഇനി എങ്ങാനും മുക്കോണ്ടാന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ഇവിടെ നാട് വിട്ടാൽ മതി എന്ന് പറയണം.
ഞാൻ അപ്പോഴേ പറഞ്ഞു ഇങ്ങനത്തെ ചതിയൊന്നും കാണിക്കണ്ടെന്ന്. ഇപ്പൊ ഓരോ നിമിഷം ഞാൻ ഇരുന്ന് ഉരുകുവാന്ന് പറയണം. ഇത് കേട്ടപ്പം ശ്രീകല പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കണേ, ഞാനില്ലേ കൂടെ, നീ ധൈര്യമായിട്ടിരിക്കാം. ലോക്കറിൽ കൊണ്ടു വെച്ചിട്ട് അവര് വരട്ടെ, പിന്നെ നമുക്കത് എടുപ്പിക്കാന്ന് പറയാം. എങ്ങനെ? അതൊരിക്കലും കാരണമുണ്ട്. ആരുടെയും കല്യാണം എന്ന് പറഞ്ഞ് എടുപ്പിച്ചാൽ മതിയല്ലോ, പിന്നെ എന്താ കുഴപ്പമിരിക്കണേ? ആരുടെയും കല്യാണത്തിന് പോകുമ്പോൾ സ്വർണ്ണമൊക്കെ മൊത്തം ഇട്ടുകൊണ്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് എടുപ്പിച്ച് ആ ഒരു പ്രശ്നം തീരത്തില്ലേന്ന് ചോദിക്കാം. എന്നാലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടമ്മേന്ന് പറയാം. നീ ആദ്യമായിട്ട് നിന്റെ ടെൻഷൻ ഒന്ന് മാറ്റാൻ പറയാണ്. നീ ഒന്നുകൂടും പേടിക്കൊന്നും വേണ്ട, എന്ത് വന്നാലും ഞങ്ങളില്ലേന്ന് ചോദിക്കാം. അതെനിക്ക് പേടിയാ. ഇവിടെ ഈ ചതികളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലച്ചനാണ് നേരെ വാ നേരെ പോകുന്നൊരു സ്വഭാവക്കാരനാ. എന്തെങ്കിലും തെറ്റ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി എന്റെ ജീവിതം തീർന്നു പറയാണ്. ഇതിടപ്പം സ്ത്രീകൾ പറഞ്ഞ് പേടിക്കാതിരിക്കുക പറഞ്ഞ് ആശ്വസിപ്പിക്കുക. എന്നാലും ശ്രീഹരിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയാകുമെന്ന്. ഇനിയൊക്കെ സ്വർണം കൊണ്ടേ വെക്കാൻ പോയിട്ട് എങ്ങാനും അബദ്ധവശാൽ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നില്ലേ. ഇനിയിപ്പം അവള് പറഞ്ഞ പോലെ എങ്ങാനും പണയം വെക്കാൻ എങ്ങാനും ബാലനെങ്ങാനും മേടിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ആ കാര്യത്തിൽ ഒരു തീരുമാനമാവും. പണയം വെക്കാൻ പോയിട്ട് ഉറപ്പായിട്ട് ഉറച്ചു നോക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം മുക്കുകൊണ്ട് വന്നുള്ള കാര്യം തെളിയും. അതോടുകൂടി താനും തന്റെ മക്കളും എല്ലാം പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരും. പെരുവഴിയിലേക്ക് മാത്രമല്ല, ചിലപ്പോൾ ജയിലിൽ പോയി കിടക്കേണ്ടേ വരും ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ. അതോർത്തിട്ടുള്ള സമാധാനം പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.